ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മോട്ടോറോള എഡ്ജ് 17 എന്ന ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇത് 2026 തുടക്കത്തിൽ വരാൻ സാധ്യതയുള്ള ഫോണാണ്. അപ്പോൾ നേരെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ചിപ്സെറ്റിലേക്ക് പോവുകയാണെങ്കിൽ മിഡിൽ റേഞ്ചിൽ വെരി പവർഫുൾ ചിപ്സെറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്വാൽകോഗൺ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ് നൽകിയിരിക്കുന്നത്. 12 GB റാമാണ് നൽകുന്നത്. LPDDR5X റാം ടൈപ്പാണ് നൽകുന്നത്. വെരി സ്പീഡ് റാം ടൈപ്പാണ് നൽകുന്നത്. നമുക്ക് പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് എന്ന മിഡ് റേഞ്ചിൽ പറയാം. ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7 ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. HDR10+ സപ്പോർട്ടും ഈ ഫോണിലുണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന റേറ്റിംഗ് തന്നെ നമുക്ക് കൊടുക്കാം. അടുത്ത ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ ഹൈറ്റ് വരുന്നത് 159.87 mm ഹൈറ്റ് ആണ് വരുന്നത്. തിക്നെസ് വരുന്നത് 5.99 mm തിക്നെസ്സും 159 ഗ്രാം വെയിറ്റുമാണ് വരുന്നത്. IP68 and 69 റേറ്റഡ് ആണ്. വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആണ് ഈ ഫോൺ. ഇനി ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ 50 MP വൈഡ് ആംഗിൾ, സെക്കൻഡറി ക്യാമറ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് LED ഫ്ലാഷ് വരുന്നുണ്ട്. നമുക്ക് ഡിജിറ്റൽ സൂം, ഓട്ടോ ഫ്ലാഷ്, ഫേസ് ഡിറ്റക്ഷൻ, ടെക്സ്റ്റ് ടു ഫോക്കസ് എന്നീ സ്പെസിഫിക്കേഷൻസ് ഇതിൽ ഉൾപ്പെടുന്നു. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ലെൻസ് ആണ് വരുന്നത്. എക്സലന്റ് എന്നാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത്. ഇതിൽ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നതല്ല. ബാറ്ററി 4800 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 18 വാട്ട് വയർലെസ് ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എക്സലന്റ് തന്നെ നമുക്ക് കൊടുക്കാം. ഇന്റർണൽ സ്റ്റോറേജ് 256 GB സ്റ്റോറേജും, സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 എന്ന സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി പറ്റില്ല. ഡുവൽ സിം സപ്പോർട്ടാണ് വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4Gയും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 6 സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ നോക്കുകയാണെങ്കിൽ V5.4 എന്ന വെർഷനാണ് വരുന്നത്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ്ഫിയറോട് കൂടി വരുന്ന സ്റ്റീരിയോ സ്പീക്കറുമാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ടെക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതിന് നല്ല മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ. ZGamerTouch സൈനിങ് ഓഫ്.